ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായല. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമല്ലേ? നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് 2024 ഏപ്രിൽ 30 ചൊവ്വാഴ്ചയാണ്. ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങളെന്ന്. വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അതുപോലെ നമ്മുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. പ്രോഫിറ്റ് എക്സ്പെക്റ്റേഷനും അതുപോലെ അതായത് നമുക്ക് എത്ര രൂപ പ്രതീക്ഷിക്കാം, ട്രേഡിങ്ങിൽ നമുക്ക് എത്ര രൂപ പ്രതീക്ഷിക്കാം, അതിന് എന്താണ് ഒരു ക്രൈറ്റീരിയ, എത്രയാണ് അത് ലിമിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഓരോരുത്തരും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ചില ആൾക്കാർ പറയും എനിക്ക് 100% പ്രോഫിറ്റ് വേണം, ചില പേര് അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, 10% കിട്ടുള്ളൂ എന്നൊക്കെയുള്ളത്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടത്, നമ്മളുടെ പ്രതീക്ഷകളെ ചുരുക്കാതെ നമ്മൾ പ്രതീക്ഷകളെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഒരു പരിധി നിശ്ചയിക്കുകയാണെങ്കിൽ ആ പരിധിയുടെ പുറത്തേക്ക് എങ്ങനെ പോകാം എന്നുള്ളതാണ് നമ്മൾ, അതായത് നമ്മുടെ ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ ഏരിയ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഒരിക്കലും നമ്മളുടെ പരിമിതികളിൽ ഉള്ളിൽ ഒതുങ്ങിക്കൊണ്ട് അതായത് നമ്മളിപ്പോൾ 1 ലക്ഷം രൂപ ട്രേഡ് ചെയ്യുമ്പോൾ എനിക്ക് ആകെപ്പാട് ഒരു മാസം 5,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ആ ഒരു തോന്നലിനെ വെല്ലുവിളിക്കുക. ആ തോന്നലിനെ പൊട്ടിച്ചെറിഞ്ഞ് അതിനേക്കാൾ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. എന്ന് വെച്ച് നമ്മൾ ഒരു 1 ലക്ഷം രൂപ വെച്ചിട്ട് 5 ലക്ഷം രൂപ ഒരു മാസം കൊണ്ട് ഞാൻ ഉണ്ടാക്കും എന്ന അമിതമായ പ്രതീക്ഷയിൽ പോവുകയാണെങ്കിൽ അത് നിങ്ങളെ തകർത്തെറിഞ്ഞ് ഇല്ലാതാക്കും, പൊട്ടിച്ചില്ലാതാക്കും. സോ റിയലിസ്റ്റിക് ആയിരിക്കണം സ്വപ്നങ്ങൾ. പക്ഷേ എവിടെയൊക്കെ നിങ്ങൾ അച്ചീവ്, ഞാൻ മുൻപൊരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങൾ അച്ചീവ് ചെയ്ത ടാർഗറ്റ് റിപ്പീറ്റ് ചെയ്യരുത്, ടാർഗറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം. ഒരിക്കലും നമുക്ക് മുകളിലോട്ട് ചാടിയിട്ട് ഒരു ഹൈ ജമ്പിൽ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈറ്റിൽ നമ്മൾ ചാടി അത് ഈസി ആയിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് 1-2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 10 സെൻറ്റിമീറ്റർ കയറ്റി വയ്ക്കും. എന്നിട്ട് വീണ്ടും ആ പരമാവധി പരിശ്രമിച്ച് ആ ഹൈറ്റിലോട്ട് ചാടാൻ ശ്രമിക്കുക. അതേപോലെ തന്നെയാണ് ട്രേഡിങ്ങിലും. നിങ്ങളുടെ വളരെ കംഫർട്ടായിട്ട് തോന്നുന്ന ഒരു സോൺ ഉണ്ടാവും. ഓക്കെ, ഇത്ര രൂപ പ്രോഫിറ്റ് എടുത്താൽ ടെൻഷനൊന്നുമില്ല, ഫ്രീ ആയിട്ട് അങ്ങ് പോയിക്കൊള്ളുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് അധിക കാലം അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിനേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് പ്രചോദനം അതേപോലെ വെല്ലുവിളികൾ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു പ്രചോദനത്തിന് ഒരു റീസൺ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും നമ്മളെ ഒന്ന് ട്രിഗർ ചെയ്ത് വിടാനൊരു സംഭവം ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് നമുക്കൊരു കോമ്പറ്റേറ്റർ ഉണ്ടായിരിക്കണം. അത് മാത്രമേ നമുക്ക് രാവിലെ എണീറ്റ് ജോലി ചെയ്യാനൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. അത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നൊരു കാര്യമാണ്. സോ നമ്മൾ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് വെച്ച് അത് ഈസി ആയിട്ട് അച്ചീവ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് വളരെ കാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അവിടെ മോട്ടിവേഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വൺസ് ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ടാർഗറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ സ്വപ്നങ്ങളെ പരിമിതിക്കുള്ളിലാക്കാതെ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. പലപ്പോഴും അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള തിരിച്ചടികൾ നേരിടേണ്ടി വരും. പക്ഷേ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. നമുക്ക് മുന്നോട്ട് പോകാൻ, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ, പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് പ്രചോദനം തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് സാധിക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. കാരണം ഈ ലോകം കീഴടക്കാൻ ശ്രമിച്ച ഹിറ്റ്ലർ ആയാലും ആരായാലും അവരൊക്കെ മനുഷ്യർ, നമ്മളെപ്പോലെ തന്നെ. മഹാത്മാഗാന്ധി ആയാലും നമ്മളെപ്പോലെ ഒരു മനുഷ്യരായിരുന്നു. അവരാണ് ഈ ലോകം മുഴുവൻ കീഴടക്കിയിട്ടുള്ളത്. ചില ആൾക്കാർ ക്രൂരത കൊണ്ടാണെങ്കിൽ മഹാത്മാഗാന്ധിയെ പോലെയുള്ളവർ നന്മ കൊണ്ടാണ് ലോകം കീഴടക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഓരോ മനുഷ്യർക്കും ഇത് സാധിക്കുന്നതാണ്, സാധിക്കാത്തതൊന്നും ആയിട്ടില്ല. നമ്മുടെ മനസ്സ് അതിനായിട്ടൊന്ന് പാകപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് ഔട്ട് ഓഫ് ദ ബോക്സ് പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഈ ലോകത്ത് നമുക്ക് കീഴടക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് ഡാറ്റയിലേക്ക് കിടക്കാം. പ്രധാനമായിട്ടും ഏതാനും ന്യൂസുകൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ സെൻസെക്സ് നിഫ്റ്റിയൊക്കെ 1% കൂടുതൽ ഇന്നലെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു ഇന്നലെ കിട്ടിയത്. അതേപോലെ ബാങ്ക് നിഫ്റ്റിയും ഫിൻനിഫ്റ്റിയും ബാങ്ക് എക്സൊക്കെ പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണ് ഇപ്പോൾ മാർക്കറ്റിൽ കാണുന്നത്. ദെൻ എന്താ പറയുക, ആസ്ട്രാസെനിക്ക എന്നുള്ള, അതായത് കോവിഡ് വാക്സിൻ ഉണ്ടാക്കിയ കമ്പനി, നിങ്ങൾ ഓർക്കണം, അവർ ഒരുപാട് കേസുകളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കോടതി കയറി ഇറങ്ങുകയാണ്. അപ്പോൾ അവരിപ്പോൾ ഫൈനലി അവരുടെ ടെക്നിക്കൽ ടീം അക്നോളജ് ചെയ്തിട്ടുണ്ട് ഈ വാക്സിൻ എടുത്തവർക്ക് രക്തം കട്ട പിടിക്കുന്ന ഒരു പ്രശ്നം
ഉണ്ട് എന്നുള്ളത്. ഒരു എന്താ പറയുക, ആദ്യമായിട്ടാണ് ഇതുവരെ കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ അവർ ഫൈനലി അത് സമ്മതിച്ചിട്ടുണ്ട്. ഈ വാക്സിൻ എടുത്തവർക്ക് രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത. ഇത് മണി കൺട്രോളിലാണ് ഈ ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചത്. സോ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ മണി കൺട്രോളിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു രാവിലെ 7 മണിക്ക് മുൻപുള്ള ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട്. ദെൻ ടാറ്റ കെമിക്കൽസ് 841 കോടി രൂപയുടെ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇന്ന് ആ സ്റ്റോക്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. കാരണം 15 രൂപ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ കമ്പനി നഷ്ടത്തിലാണ്. ദെൻ ട്രെൻഡ് ലിമിറ്റഡ് 712 കോടി രൂപയുടെയാണ് Q4 റിസൾട്ട് വന്നിരിക്കുന്നത്. 42 കോടിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഇതേ സീസണിലെ പ്രോഫിറ്റ്. ദെൻ അൾട്രാടെക് സിമെന്റ് 2259 കോടി രൂപയുടെ പ്രോഫിറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം ഇതേ സീസണിൽ 1670 കോടി മാത്രമായിരുന്നു. SBI അവരുടെ യെസ് ബാങ്കിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യുകയാണ്. കാരണം എനിക്ക് തോന്നുന്നു 1 വർഷമോ 3 വർഷമോ മറ്റോ ലോക്ക് ഇൻ പീരിയഡ് ഉണ്ട്. അത് ഈ മാർച്ചോടുകൂടി അവസാനിച്ചു. അപ്പോൾ ആ കാശ് ഇവർ പിൻവലിക്കാൻ പോവുകയാണ്. ദെൻ എക്സൈഡ് നമ്മുടെ ബാറ്ററി ഉണ്ടാക്കുന്ന കമ്പനി, അവർ ക്ലീൻ മാക്സ് ആർക്കേഡിയ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് വെഹിക്കിൾസ് ഉണ്ടാക്കുന്ന കമ്പനിയാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും അതിൽ 26% ഓഹരികൾ അവർ എടുത്തിട്ടുണ്ട്. ദെൻ KFin ടെക്നോളജീസ് Q4 റിസൾട്ട്സ് 31% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 74 കോടി രൂപയാണ്. 5 രൂപ 75 പൈസ ഡിവിഡൻഡ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ദെൻ NMDC അവരുടെ അയൺ ഓറിൻ്റെ പ്രൈസ് 400 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു ടണ്ണിന് 6200 രൂപയാണ് ഇപ്പോൾ പ്രൈസ് വരുന്നത്. തീർച്ചയായും NMDC ഹോൾഡ് ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിച്ചോളൂ. UCO ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 525 കോടി രൂപയാണ് Q4 വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഇതേ സീസണായി കമ്പയർ ചെയ്യുമ്പോൾ 9% കുറവാണ് ലാഭത്തിൽ ഉണ്ടായിരിക്കുന്നത്. KEC ഇൻ്റർനാഷണൽ അവർക്ക് പുതിയ ഓർഡർ 1036 കോടിയുടെ പുതിയ ഓർഡേഴ്സ്, അവർ കുറേ ബിസിനസ്സുകളുണ്ട് അവർക്ക്, അതിലൂടെ 1036 കോടി രൂപയുടെ പുതിയ ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. ദെൻ പൂനാവാല ഫിൻകോർപ്പ് അവരുടെ നെറ്റ് പ്രോഫിറ്റ് 331 കോടിയാണ് Q4. 83% വർധനവാണ് ഇയർ ഓൺ ഇയർ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. BSE സ്റ്റോക്കുകൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. BSE സ്റ്റോക്കുകൾ ഇന്നലെ 15 പല രീതിയിൽ റെഫർ ചെയ്യുന്നത് 17% വീണതായിട്ടും കാണിക്കുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ മാർക്കറ്റ് BSE സ്റ്റോക്ക് താഴോട്ട് പോയിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സെബി അവർക്കൊരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. നോർമലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, BSEയിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കാശ് കുറവാണ്, NSEയിൽ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ്. ഇത് പൊതുവേ നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ മറ്റുള്ള എല്ലാവരും ചിന്തിക്കുന്ന അങ്ങനെ. BSE സെബിക്ക് ഒരു പരാതി കൊടുത്തു, ഞങ്ങളുടെ ചാർജസ്, ഞങ്ങളോട് വാങ്ങിക്കുന്ന ചാർജസ് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരണം, ഏത് കണക്കിലാണ് വാങ്ങിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ BSE നേരെ കൊണ്ടുപോയിട്ട് സെബി നേരെ പോയിട്ട് BSEക്ക് ഒരു നോട്ടീസ് അയച്ചു, ഞങ്ങൾക്ക് ടേൺ ഓവർ ചാർജ് പേ ചെയ്യുന്നത് കൃത്യമല്ല, അതുകൊണ്ട് അത് കൃത്യമായിട്ടും പേ ചെയ്യണം, 120 കോടി രൂപ അധികമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പേ ചെയ്യണം എന്ന് പറഞ്ഞു. അതോടുകൂടി ഈ ന്യൂസ് പുറത്തു വന്നതോടുകൂടി BSEയുടെ സ്റ്റോക്ക് 15-17% ഇട്ടിഞ്ഞു കുത്തി താഴോട്ട് പോയി. കാരണം അവരുടെ അടുത്ത വർഷത്തെ ഓവറോൾ പെർഫോമൻസിൽ ഏകദേശം ഒരു 18%-എങ്കിലും ഒരു ഇടിവുണ്ടാക്കാൻ പറ്റുന്ന ഒരു തീരുമാനമാണ് സെബി ഇപ്പോൾ അവരുടെ മുകളിൽ ചാർത്തിയിരിക്കുന്നത്. സോ അത് വളരെ നെഗറ്റീവായിട്ട് തന്നെയാണ് BSE സംബന്ധിച്ചിടത്തോളം നെഗറ്റീവാണ്. ഇപ്പോൾ അവർ അതായത് NSEയും BSEയും ഒരേ രീതിയിൽ ചാർജ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുക. അതായത് ചാർജ് വർധനവിനെ കുറിച്ചാണ് ഇപ്പോൾ BSE ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ, എനിക്ക് തോന്നുന്നു BSEയിൽ ട്രേഡ് ചെയ്യുന്നവർ കുറവാണ്, പക്ഷേ BSEയിൽ ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. BSEയിൽ മൊത്തത്തിൽ ട്രേഡ് ചെയ്താലും വലിയ കാശൊന്നും വരാറില്ല, കുറവാണ് അതിനകത്ത് വരുന്നത്. സോ ഇനി മുതൽ 2 കമ്പനി BSE NSEയും ഒരേപോലെ ആയിരിക്കും വരാൻ പോകുന്നത്. സോ അത് ഒന്ന് നോട്ട് ചെയ്തേക്കുക. ദെൻ ഇത് സെയിം ന്യൂസ് തന്നെയാണ് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ വന്നത്, എന്താ പറയുക, അത് ഷെയർ ചെയ്തേ ഉള്ളൂ. ദെൻ ICICI ബാങ്ക് 4% വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിലല്ല അതിൻ്റെ ഇത് 8 ലക്ഷം കോടി കടക്കുന്ന 5ാമത്തെ ഇന്ത്യൻ കമ്പനിയാണ് ICICI ബാങ്ക്. ഈ ഒരു ന്യൂസ് വന്നതോടുകൂടിയാണ് ഇന്നലെ ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് 4% വർദ്ധിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല Q4 റിസൾട്ട് നല്ല ഒരു രീതിയിൽ തന്നെയാണ് ICICI ബാങ്കിൻ്റെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്നാലും 8 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപിറ്റലുള്ള 5ാമത്തെ ഇന്ത്യൻ കമ്പനിയായിട്ട്, അതുമാത്രമല്ല 2ാമത്തെ ബാങ്ക്
ബാങ്കുകളുടെ കൂട്ടത്തിലാണെങ്കിൽ രണ്ടാമത്തെ ബാങ്കാണ്. കമ്പനികൾ ഓവറോൾ കമ്പനികളുടെ നോക്കുകയാണെങ്കിൽ 5ാമത്തെ കമ്പനിയാണ് ICICI ബാങ്ക് 8 ലക്ഷം കോടി കടന്നു പോയതിൽ. ദെൻ സുപ്രീം ഇൻഡസ്ട്രീസ്, ഇതൊരു പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവരുടെ സ്റ്റോക്ക് 14% എന്താ പറയുക വർദ്ധിച്ചിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രീവിയസ് ഇയറിലെ ക്വാർട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 16% വർധനവുള്ള ഒരു Q4 റിസൾട്ടാണ് അവർ പുറത്തുവിട്ടത്. അതോടുകൂടി സ്റ്റോക്ക് നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. ദെൻ ആക്സിസ് ബാങ്ക് ഷെയർ പ്രൈസ് ലൈഫ് ടൈം ഹൈ, അതായത് ഓൾ ടൈം ഹൈയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം Q4 റിസൾട്ട് സൂപ്പറാണ്. ദെൻ ടാറ്റ പവർ ഷെയർസ് അവർ ഓൾ ടൈം ഹൈയിലേക്ക് കയറി പോയിട്ടുണ്ട്. ഒരു വർഷം കൊണ്ട് 120% ഗ്രോത്താണ് ടാറ്റ പവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രതീക്ഷ ആണ് ഇതിൻ്റെ മുന്നിൽ ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. അതായത് Q4 റിസൾട്ട് ബെസ്റ്റ് ആയിരിക്കും എന്ന് മൊത്തത്തിലുള്ള അനലിസ്റ്റുകളുടെ അനുമാനത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ ടാറ്റ പവറിൻ്റെ സ്റ്റോക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ന്യൂസുകളുടെ കൂട്ടത്തിൽ ഞാൻ അത്രയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് ആയാലും S&P 500 എല്ലാം തന്നെ സൂപ്പർ ഗ്രീൻ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ദെൻ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ FTSE 100 7 പോയിന്റ് ഗ്രീനിലാണ്, CAC 23 പോയിന്റ് റെഡിലാണ്, DAX 42 പോയിന്റ് റെഡിലാണ്. ബ്രേക്ക് ഈവനായി നിൽക്കുന്നു എന്നേ ഉള്ളൂ. നിക്കി 439 പോയിന്റ് ഗ്രീനിലാണ്, ഹാങ്സങ് 95 പോയിന്റ് ഗ്രീനിലാണ്, ഷങ്കായ് കോമ്പോസിറ്റ് 24 പോയിന്റ് ഗ്രീനിലാണ്, STI 2 പോയിന്റ് ഗ്രീനിലാണ്, കോസ്പി 20 പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് അല്ലാതെ ബാക്കിയെല്ലാം തന്നെ ഗ്രീനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 22,365 കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 22,569 ഏകദേശം 200 പോയിന്റിൻ്റെ ഒരു ഗ്രോത്താണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് 22,315 അതേപോലെ ഡേ ഹൈ എന്ന് പറയുന്നത് 22,642 ദെൻ ഇന്നത്തെ ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒത്തിരി ഈവൻറ്റുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റലി ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നുണ്ട്, യൂറോ ഏരിയ ഇൻഫ്ലേഷൻ റേറ്റ്, യൂറോ ഏരിയ GDP ഗ്രോത്ത്, യൂറോ ഏരിയ GDP ഗ്രോത്ത് മന്ത് ഓൺ മന്ത്, ക്വാർട്ടർ ടു ക്വാർട്ടർ, ഇറ്റലി GDP ഗ്രോത്ത്, ജർമ്മനിയുടെ GDP ഗ്രോത്ത്, ഫ്രാൻസ് ഇൻഫ്ലേഷൻ റേറ്റ്, ഫ്രാൻസിൻ്റെ GDP ഗ്രോത്ത്, ചൈന കേസ് ഇൻ മാനുഫാക്ചറിങ് PMI, ചൈന NBS മാനുഫാക്ചറിങ് PMI, USA CB കൺസ്യൂമർ കോൺഫിഡൻസ്, USA S&P കേസ് ഷില്ലർ ഹോം പ്രൈസ് ഇയർ ഓൺ ഇയർ. മേജർ ഈവൻസുകളാണ് എല്ലാം തന്നെ ഇന്ന് വരാനുള്ളത്. ദെൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ അദാനി എനർജി സൊല്യൂഷൻസ്, അദാനി ടോട്ടൽ ഗ്യാസ്, ദെൻ അദാനി ഇന്ത്യ മാർട്ട്, ഇന്റർമെഷ്, ഇൻഡസ് ടവേഴ്സ്, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനി, ദെൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ടിപ്സ് ഫിലിംസ്, REC, 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ്, കസ്ട്രോൾ ഇന്ത്യ, ഹാവൽസ് ഇന്ത്യ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഫിനോ പേയ്മെൻറ്റ് ബാങ്ക്, ജിയോജിത് ഫിനാൻഷ്യൽസ്, ഫൊസിക്കോ ഇന്ത്യ, ഭാരത് വയർ റോബ്സ്, അഡാർ വെൽഡിംഗ്, ദ്വാരികേഷ് ഷുഗർ ഇൻഡസ്ട്രീസ്, ബോംബെ ഓക്സിജൻ, സ്റ്റാർ ഹെൽത്ത്, ലീഡ് ഇൻഷുറൻസ്. ഇത്രയും കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് വരാനുള്ള. ഒത്തിരി 70-ലധികം കമ്പനികളുടെ റിസൾട്ട് ഇന്ന് വരാനുണ്ട്. പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയ കമ്പനികളുടെ റിസൾട്ടാണ് ഞാനിവിടെ വായിച്ചിരിക്കുന്നത്. ദെൻ ഇന്ന് FNO ബാനിൽ വന്നിരിക്കുന്ന ബയോക്കോണും ഐഡിയയുമാണ്. ഐഡിയ ഇപ്പോൾ കുറേ ദിവസമായിട്ട് FNO ബാനിലാണ്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഐഡിയ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ FNO ബാനിൽ കിടക്കുന്നുണ്ട്, സെല്ല് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇന്നലെയും എനിക്കൊരു സുഹൃത്തിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ഞാനത് മറുപടി പറയാൻ വിട്ടുപോയതാണ്. അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വിട്ടുപോയതാണ്. അതായത് FNO ബാൻ എന്ന് പറഞ്ഞാൽ ഫീച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഈ ഐഡിയ ഇപ്പം FNO ബാനിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഐഡിയയുടെ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. പുട്ട് ഓപ്ഷൻ അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്യാനോ സെല് ചെയ്യാനോ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാങ്ങുന്നതും വിൽക്കുന്നതും ഒന്നും ഒരു കുഴപ്പമില്ല കേസല്ല. സോ ഫീച്ചർ ആൻഡ് ഓപ്ഷൻ, സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് FNO ബാൻ എന്ന ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും വിട്ട് കളഞ്ഞേക്കുക. ഇനി ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ 13,689 കോടിയുടെ ബൈങ്ങും 13,520 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 169 കോടിയുടെ നെറ്റ് ബൈങ്ങാണ് കാഴ്ചവെച്ചത്.
ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 11,746 കോടിയുടെ ബൈങ്ങും 11,054 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 692 കോടി രൂപയുടെ നെറ്റ് ബൈയിങ് ആണ് കാഴ്ചവെച്ചത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 861 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മാസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 36,764 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 42,757 കോടിയുടെ ബൈയിങ്ങും ചെയ്തിട്ടുണ്ട്. അതുവഴി 5,993 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ നിഫ്റ്റിയുടെ ഇന്നലത്തെ ഒരു മൂവ്മെൻ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഓപ്പണായ 22,476 167 പോയിൻ്റ് ലാഭത്തോടു കൂടി 22,643 ക്ലോസ് ചെയ്തു. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ബുള്ളിഷ് മോഡിലാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. 5 ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 307 പോയിൻറ്റിൻ്റെ ഒരു ഗെയിനാണ് ഉണ്ടായിരിക്കുന്നത്. ഈ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 188 പോയിൻറ്റിൻ്റെ ഒരു ഗ്രോത്താണ് നിഫ്റ്റിയിൽ കിട്ടിയിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, അതുപോലെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നോർമൽ CPR ആണ് വരുന്നത്. സോ CPRൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇന്ത്യ വിക്സ് ഇന്ന് ഓപ്പൺ ആകാൻ പോകുന്നത് 12.24 ഇവിടെ പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ വന്നിരിക്കുന്നത് ഇവിടെ 1.13 ആണ്. ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നടത്തിയിരിക്കുന്നത് 23,078 ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. പുട്ട് റൈറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത് 22,500 81 ലക്ഷം പുട്ട് റൈറ്റിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 1,064 പോയിൻറ്റിൻ്റെ ഒരു ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫിൻ നിഫ്റ്റി 384 പോയിൻറ്റിൻ്റെ ഒരു ലാഭത്തിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 688 പോയിൻറ്റിൻ്റെ ഒരു ലാഭത്തിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 2 പോയിൻറ്റ് നഷ്ടമാണ് ഇന്നലെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള ഒരു മാർക്കറ്റ് ഡാറ്റ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. സോ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ഓൾ ടൈം ഹൈ കട്ട് ചെയ്ത് നിൽക്കുകയാണ്. സോ നോർമലി ഓൾ ടൈം ഹൈ കട്ട് ചെയ്താൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്, നെക്സ്റ്റ് ഡേയിൽ ഒരു ഹയർ സൈഡിൽ ഓപ്പൺ ആയിട്ട് ഒരു നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് തരാറുള്ളത്. സോ ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് 22,000 ലെവലിൽ ഓപ്പൺ ആയിട്ട് താഴോട്ട് വരും എന്നാണ്. ഇവിടെ നമ്മൾ ടാർഗറ്റ് എല്ലാം ഫിൻ നിഫ്റ്റി അച്ചീവ് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ മാസത്തിലേക്കുള്ളത്. സോ ഇനി കിട്ടുന്നത് ബോണസാണ് ഈ മാസം. ഇനി ഈ ഇന്നത്തെ ഒരു ഇൻട്രാഡേ ലെവലിലുള്ള ഒരു ലെവൽസ് വെച്ച് റാസ് ലെവൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് ഇന്നലത്തെ ഡേ ലോനേക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്നാണ് പറയുന്നത്. അതുപോലെ ഇന്നലത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നു. ഓവറോൾ മൂവ്മെൻറ്റ് കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ഇന്നലത്തേതിനേക്കാളും കുറവായിരിക്കും ഇന്നത്തെ മൂവ്മെൻറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ബുള്ളിഷ് മോഡിലേക്ക് മൂവ്മെൻറ്റ് കിട്ടും എന്ന് പറയുന്നു. ഇനി നോ ട്രേഡ് സോണും CPR തമ്മിലുള്ള കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ നോ ട്രേഡ് സോണിൽ നിന്നും മുകളിലോട്ട് പൊങ്ങി വരുന്ന CPR ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും പ്രൈസ് ഒരു അപ്പർ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ബുള്ളിഷ് മൂവ്മെൻറ്റിന് സാധ്യതയുണ്ട് എന്നാണ് അത് നമ്മളോട് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇന്നലെ ഇവിടെ ഒരു മെഗാ റാലി നടന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കുറച്ച് ബാക്കി ഇന്ന് കൂടി ഓടാനുണ്ടാവും. സ്വാഭാവികമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് 22,000 ലെവലിലേക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നിട്ട് നോ ട്രേഡ് സോണിലേക്ക് തിരിച്ചിറങ്ങി വരുന്ന ഒരു മാർക്കറ്റാണ് ഞാൻ ഏകദേശം പ്രതീക്ഷിക്കുന്നത് ഇന്ന്. ബാക്കിയുള്ളത് ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമുക്കറിയാം പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നും അല്ല മാർക്കറ്റ് പോകുന്നത്. മാർക്കറ്റ് അതിൻ്റേതായ രീതിയിലാണ് പോകുന്നത്. സോ 22,000 എന്ന ഒരു ലെവലിനെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചിറങ്ങി അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് 21,944 മാർക്കറ്റിലെ ഡേ ഹൈ. അതായത് ഫിൻ നിഫ്റ്റിയുടെ ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിക്കുന്നത് 21,944 21,678 ഡേ ലോ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ രണ്ടിലേതെങ്കിലും ഒരെണ്ണം മാർക്കറ്റ് അച്ചീവ് ചെയ്യാറുണ്ട്. ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഹയർ സൈഡിൽ മോർണിംഗിൽ തന്നെ ഒരു ഹൈയിൽ ഓപ്പണായി ദെൻ പതുക്കെ അത് ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി താഴോട്ട് ഇറങ്ങി വന്ന് CPRനെ ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നോ ട്രേഡ് സോണിനെ ടച്ച് ചെയ്യുന്ന ആ ലെവലിലേക്ക് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിനകത്ത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അൺപ്രഡിക്റ്റബിൾ ആണ്. മാർക്കറ്റ് ബെയറിഷ് ആവുമോ ബുള്ളിഷ് ആവുമോ എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. സോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ.